മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलानिर्मितधूम्रलोचनवधे हे चण्डमुदार्दिनी निःशेषीकृतरक्तबीजदनुजे नित्ये निशुम्भापहे शुम्भध्वंसिनि संहराशुदुरितं ദുർഗേ നമസ്തേംബികേ. അവിടെ ദിവ്യമാഹാത്മ്യത്തിൽ ദേവന്മാർ മഹിഷാസുരനെ വധിച്ചതിന് ശേഷം ഉള്ളതായിട്ടുള്ള ആ ദേവിയെ സ്തുതിക്ക് ആണ് ഇവിടെ ചെയ്യണത്. സ്തുതി തുടരുകയാണ്. ദേവന്മാരുടെ സ്തുതി തുടരുകയാണ്. ദേവിയുടെ മഹാത്മ്യം അത്രത്തോളം ഉണ്ട്. അത് ഞങ്ങൾക്ക് വശല്ല പറയാൻ. എന്തൊക്കെയാണ് പറയേണ്ടത് നിശ്ചയില്ലെങ്കിലും അത് പറയണു ഞങ്ങൾ, സ്തുതിക്കണു ഞങ്ങൾ എന്നേ ഉള്ളൂ എന്നുള്ള നിലയിലാണ് ദേവന്മാരുടെ സ്തുതി. തേ സമ്മതാ ജനപദേഷു ധനാനി തേഷാം യശംസി ന ച സീദതി ബന്ധുവർഗഃ ധന്യാസ്തയേവ നിഭൃതാത്മജഭൃത്യധാരാഃ യേഷാം സദാഭ്യുദയദാ ഭവതി പ്രസന്നാ. ആദ്യത്തെ ശ്ലോകമാണ്. യേഷാം ഭവതി പ്രസന്ന. ആർക്കാണോ ഭവതി പ്രസന്നയായിട്ടുള്ളത്, ആരിലാണോ ദേവി പ്രസന്നയായ, ഭവതി വെച്ചാൽ ദേവി, ആ ദേവി ആരിലാണോ പ്രസാദിക്കുന്നത്, ദേവിയുടെ പ്രസാദമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സദാ അഭ്യുദയത. ദേവി എല്ലായ്പ്പോഴും അഭ്യുദയത്തെ നൽകുന്നവളാണ്. അഭ്യുദയത്തെ നൽകുന്നവളാണ്, അഭിവൃദ്ധിയെ നൽകുന്നവളാണ് ദേവി എന്നാണ്. ദേവിക്ക് പ്രസാദം ഉണ്ടായാൽ ആർക്കായാലും അഭ്യുദയമേ ഉള്ളൂ എന്നാണ്. അവർക്കൊക്കെ ഉയർച്ച ഉണ്ടാവും. ആ ഉയർച്ചയെ നൽകുന്നതാണ് ദേവി എന്നുള്ളതാണ്. ഇനി ജനപദേഷു സമ്മതാഹ തേ, അവരൊക്കെ ആ അങ്ങയ്ക്ക് ഭഗവതിക്ക് ആരോടാണോ ദയ ഉണ്ടാവണത് അവർ ജനപദങ്ങളിൽ, അതായത് ദേശങ്ങളിൽ സമ്മതന്മാരായിരിക്കും. എല്ലാവർക്കും അവരെ വലിയ സമ്മതമായിരിക്കും. ദേവിയുടെ പ്രസാദം ഉണ്ടെങ്കിൽ പിന്നെ അവരെക്കുറിച്ച് ആർക്കും ഒരു തെറ്റായ അഭിപ്രായം ഉണ്ടാവില്ല. എല്ലാവർക്കും അവർ വേണ്ടപ്പെട്ടവരായിരിക്കും, സമ്മതന്മാരായിരിക്കും എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഉണ്ടാവുള്ളൂ അവരുടെ പ്രവൃത്തികൾ എന്നുള്ളതാണ്. ഇനി ധനാനി തേഷാം അവർക്ക് തന്നെ വേണ്ടത്ര ധനങ്ങളുണ്ടാവും. ഭഗവതിയുടെ പ്രസാദം ഉണ്ടെങ്കിൽ അവർക്ക് തേഷാം ധനാനി, അവർക്ക് ധനങ്ങൾ ഉണ്ടാകും. ധനങ്ങൾ മാത്രമല്ല തേഷാം യശാംസി, യശസ്സും ഉണ്ടാവും. വേണ്ടത്ര യശസ്സും അവർക്ക് ഉണ്ടാവും. എന്നുവച്ച സീതതി ബന്ധുവർഗ, അവരുടെ ബന്ധുവർഗങ്ങൾക്കൊന്നും സീത ഭവിക്കില്ല എന്നുള്ളതാണ്. താഴ്ച അവർക്കൊന്നും വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ബന്ധുവർഗങ്ങളൊക്കെ നല്ല നിലയിൽ കഴിയും. ഭഗവതിയുടെ പ്രസാദം ഉണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കൊന്നും താഴ്ച എന്നുള്ളത് ഉണ്ടാവില്ല, അപകർഷത്വം ഉണ്ടാവില്ല. അവരും ഒക്കെ അഭ്യുദയമുള്ളവരായിട്ട് ഭവിക്കും എന്നു സാരം. സീതതി ന സീതതി ബന്ധുവർഗ, അവരുടെ ബന്ധുക്കൾക്കൊന്നും സാദം ഉണ്ടാവണില്ല, അതായത് താഴ്ച എന്നുള്ളത് ഉണ്ടാവണില്ല എന്നുള്ളതാണ്. ധന്യാസ്തയേവ നിഭൃത ആത്മജ ഭൃത്യധാരാഹ തേ ഏവ, അവരെല്ലാം തന്നെ ധന്യാഹ ധന്യന്മാരായിട്ട് തീരുന്നു. നിഭൃത ആത്മജ ഭൃത്യധാരാഹ, നിഭൃതന്മാരായിട്ടുള്ള, അതായത് തനിക്ക് അധീരനായിട്ടുള്ള, തൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആത്മജന്മാർ, പുത്രന്മാർ, ഭൃത്യന്മാർ, ധാരങ്ങൾ, ഭാര്യ തുടങ്ങി എല്ലാവരും തൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുന്നവരായിരിക്കും. അതായത് തനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന അവരാവില്ല. കുട്ടികളായാലും മക്കളായാലും ഭാര്യയായാലും ഭൃത്യന്മാരായാലും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ച ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. ഭഗവതിയുടെ പ്രസാദം ഉണ്ടെങ്കിൽ എല്ലാം അങ്ങനെയായിരിക്കും. ധനം ഉണ്ടാവും, യശസ്സുണ്ടാവും, ജനങ്ങൾക്കിടയിൽ മാന്യതയുണ്ടാവും. പുത്രന്മാരും ഭാര്യയും ഭൃത്യന്മാരും ഒക്കെ വേണ്ട വിധത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട്, തനിക്ക് അധീനരായി വർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ഭഗവതിയുടെ പ്രസാദം ഉണ്ടെങ്കിൽ യേഷാം സദാ അഭ്യുദയ ഭവതി പ്രസന്ന, ഭവതി പ്രസന്നയാണ് എങ്കിൽ, ഭവതി പ്രസന്നമാണ് എങ്കിൽ, സന്തോഷമുണ്ട് ഭഗവതിക്ക് അവരോട് എങ്കിൽ അവർക്ക് ഇതൊക്കെ ഉണ്ടാവും. അഭ്യുദയം സദാ അഭ്യുദയത, എല്ലായ്പ്പോഴും
അഭ്യുദയത്തെ നൽകുന്നവളായിരിക്കും ഭഗവതി എന്നാണ്. എല്ലാവർക്കും അവിടെ എല്ലാവർക്കും ഉയർച്ചയേ ഉണ്ടാവുകയുള്ളൂ. ഭഗവതിയുടെ പ്രസാദമുണ്ടെങ്കിൽ അവർക്കെല്ലാം ഉയർച്ചയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ധനമുണ്ടാവും, യശസ്സുണ്ടാവും, ബന്ധുവർഗത്തിന് ഉന്നതി ഉണ്ടാവും. അങ്ങനെ യാതൊരു തരത്തിലുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് ഉണ്ടാവില്ല എന്ന് സാരം. ധർമാണി ദേവി സകലാനി സദൈവ കർമ്മണ്യ അത്യാദൃത പ്രതിദിനം സുഹൃതീ കരോതി സ്വർഗം പ്രയാതി തതോ ഭവതി പ്രസാദാല്ലോകദ്വയേപി ഫലദാ നനു ദേവി തേന. ധർമാണി ദേവി സകലാനി സദൈവ കർമാണി അത്യാദൃത പ്രതിദിനം സുഹൃതീ കരോതി. സുഹൃതിയായിട്ടുള്ള ആളുകളുടെ ഭഗവതിയുടെ പ്രസാദം ഉണ്ടാവുമ്പോൾ സുഹൃതികളായിത്തീരും. സുഹൃതികളായിട്ടേ ഇവർ ജനിക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആ സുഹൃതികൾ ധർമാണി ദേവി സംബോധന, ധർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ, ധർമ്മങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ചെയ്യാവുന്നതായിട്ട് വിധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യും. സകലാനി സ്വധർമ്മങ്ങളെല്ലാം ചെയ്യും. ധർമാണി സകലാനി എല്ലാ സ്വധർമ്മങ്ങളും അവർ അനുഷ്ഠിക്കും. പിന്നെ കർമാണി എല്ലാ കർമ്മങ്ങളും ചെയ്യും. അത്യാദൃത എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യല്ല, ആദരവോടുകൂടി എല്ലാ ധർമ്മങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിക്കും എന്നുള്ളതാണ്. അതിനൊക്കെ താല്പര്യം ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ. പ്രതിദിനം ദിവസേന, ഒരു ദിവസവും മാറ്റില്ല. ചില ദിവസം അനുഷ്ഠിക്കാം, ചില ദിവസം വേണ്ട എന്ന് വിചാരിക്കുക, അങ്ങനെയില്ല. എല്ലായ്പ്പോഴും വേണ്ടതായിട്ടുള്ള ധർമ്മകർമ്മ കാര്യങ്ങൾ ഒക്കെ അനുഷ്ഠിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള കർമ്മങ്ങളെ ചെയ്യൂ. പിന്നെ സുഹൃതി കരോതി, സുഹൃതിയായിട്ടുള്ള ആളുകൾ ഭഗവതിയുടെ പ്രസാദം ഉണ്ടാവുമ്പോൾ സുഹൃതികളായിട്ടുള്ള ആളുകൾ അവരവരുടെ ധർമ്മങ്ങളൊക്കെ നല്ല പോലെ വേണ്ട പോലെ അനുഷ്ഠിക്കും എന്നുള്ളതാണ്. ഇനി മരിക്കുമ്പോഴോ സ്വർഗം പ്രയാതി, പാപകാര്യങ്ങളൊന്നും അനുഷ്ഠിക്കുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ സ്വർഗത്തിലേക്കല്ലേ ഉള്ളൂ. സ്വർഗം പ്രയാതി തതോ ഭവതി പ്രസാദാത്, ഭവതിയുടെ പ്രസാദം ഹേതുവായിട്ട്, ദേവിയുടെ പ്രസാദം ഹേതുവായിട്ട് ഇങ്ങനെ ദിവസേന ധർമ്മകാര്യങ്ങളൊക്കെ ചെയ്യണു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളതാണ്. സ്വർഗം പ്രയാതിച്ച തതോ, അനന്തരം സ്വർഗത്തിലേക്ക് തന്നെ പോകുന്നു. ഭവതി പ്രസാദാത്, ഭവതിയുടെ പ്രസാദം ഹേതുവായിട്ട് അവർ സ്വർഗത്തെ തന്നെ പ്രാപിക്കുന്നു. ലോകദ്വയേ അഭി, രണ്ട് ലോകത്തിലും, അതായത് ഇഹത്തിലും പരത്തിലും, ഇവിടെ ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള അവസരത്തിലും അതുപോലെ മരണശേഷം സ്വർഗത്തിൽ എത്തുമ്പോഴും ലോകദ്വയേ അഭി ഫലദാ നനു ദേവി തേന. അതുകൊണ്ട് ഭവതി അങ്ങ് രണ്ട് ലോകത്തിലും ഫലതയാണ്, ഫലത്തെ നൽകുന്നവളാണ്. ഇവിടെ ലോകത്തിൽ ധർമ്മകാര്യങ്ങളൊക്കെ വേണ്ടത്ര അനുഷ്ഠിക്കാനുള്ളതായിട്ടുള്ള തോന്നലുണ്ടായിത്തീരും. സുഹൃതികളായിട്ട് ജനിച്ച് ധർമ്മകാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ, ധാർമ്മിക കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കാനുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തെ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ട് തരത്തിലും ദേവി ഉപകാരം ചെയ്യും എന്നുള്ളതാണ്. ലോകദ്വയേ അപി ഫലദ, ഫലതയാണ്, ഫലത്തെ നൽകുന്നവളാണ്. ദേവിയുടെ സേവ കൊണ്ട് ഫലം സിദ്ധിക്കും. രണ്ട് ലോകത്തിലും, ഇഹത്തിലും പരത്തിലും സിദ്ധിക്കും എന്നുള്ളതാണ്. ദുർഗേ സ്മൃതാ ഹരസി ഭീതിം അശേഷജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭം ദദാസി ദാരിദ്ര്യദുഃഖ ഭയഹാരിണി കാത്വധന്യ സർവോപകാരകരണായ സദാ അർദ്ധചിത്ത. ദുർഗേ സംബോധനയാണ്. സ്മൃതാ ഹരസി ഭീതിം അശേഷജന്തോ. സ്മൃത, ദേവിയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ തന്നെ, സ്മരിക്കപ്പെടുമ്പോൾ തന്നെ, അതായത് ദേവി സ്മരിക്കപ്പെടുമ്പോൾ, ദേവിയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ തന്നെ ഹരസി ഇല്ലാതാക്കുന്നു. എന്തിനെ? ഭീതി അശേഷജന്തോ, എല്ലാ ജന്തുക്കളുടെയും ഭയത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നു. പിന്നെ ഭവതിയെ സ്മരിച്ചാൽ, ദേവിയെ സ്മരിച്ചാൽ ജന്തുക്കൾക്കൊന്നും ഭയം എന്നുള്ളത് ഉണ്ടാവില്ല. ആ ഭയം എന്നുള്ളത് ഇല്ലാണ്ടാവും ദേവിയെ കുറിച്ച് സ്മരിക്കുമ്പോൾ എന്നാണ്. സ്മൃത, സ്മരിക്കുമ്പോൾ തന്നെ ഹരസി ഭീതിം അശേഷജന്തോഹോ, എല്ലാ ജന്തുക്കളുടെയും എല്ലാ ജീവികളുടെയും ഭയത്തെ ഇല്ലാതാക്കുന്നു. ഇനി സ്വസ്ഥൈഹി സ്മൃത മതിം അതീവ ശുഭം ദദാസി.
സ്വസ്ഥന്മാരായിട്ടുള്ളവരാണ്. സ്വതേ പേടിയുള്ളവരൊക്കെ ആ ഭയം ഇല്ലാണ്ടാക്കും. ഇനി പേടിയൊന്നുമില്ല, ഭയമൊന്നുമില്ല, വളരെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലോ അവർക്കും ഭഗവതിയെ സ്മരിക്കുമ്പോൾ, ദേവിയെ സ്മരിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? സ്വസ്ഥന്മാരായിട്ടുള്ള ആളുകൾ സ്മൃത, അവരാൽ സ്മരിക്കപ്പെടുമ്പോൾ, അവർ ഭഗവതിയെക്കുറിച്ച് സ്മരിക്കുമ്പോൾ മതിം അതീവ ശുഭാം ദദാസി, അതീവ ശുഭാം മതിം ദദാസി, അതീവ ശുഭാം, അത്യധികം ശുഭമായിട്ടുള്ള ബുദ്ധിയെ നൽകുന്നു. അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനേ തോന്നുള്ളൂ എന്നുള്ളതാണ്. അത്യധികം ശുഭമായിട്ടുള്ള മംഗളങ്ങളായിട്ടുള്ള കാര്യത്തെ ചെയ്യാനുള്ളതായിട്ടുള്ള ബുദ്ധി നൽകുന്നു എന്നുള്ളതാണ്. ശുഭമായിട്ടുള്ള ബുദ്ധിയെ നൽകുന്നു എന്നാണ്. ഇനി അപ്പോൾ പറയുകയാണ് ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി. അങ്ങനെ ദാരിദ്ര്യം, ദുഃഖം, ഭയങ്ങൾ ഇതൊക്കെ ഇല്ലാണ്ടാക്കും ദേവി എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കുന്നതായ അല്ലയോ ദേവി ദാരിദ്ര്യ ദുഃഖ ഹരിണി, ദുഃഖ ഭയ ഹാരിണി. ദാരിദ്ര്യം, ദുഃഖം, ഭയം എന്നിവയെ എല്ലാം ഇല്ലാതാക്കുന്നതായിട്ടുള്ള, ഹരിക്കുന്നതായിട്ടുള്ള അല്ലയോ ദേവി. ത്വധന്യാ കാ, അങ്ങയിൽ നിന്ന് ഭിന്നയായിട്ട് ആരാണ്? വേറെ ആരൊക്കെങ്കിലും ഇത് പറ്റുമോ? ദേവിക്കല്ലാതെ കണ്ട് വേറെ ആർക്കും ഇത് സാധിക്കില്ല, വേറെ ആരും ഇത് ചെയ്യില്ല എന്ന് പറയാണ്. ത്വധന്യാ കാ, അങ്ങയിൽ നിന്ന് ഭിന്നയായിട്ടുള്ള വേറിട്ട ആരാണ്? സർവോപകാരകരനായ സദാ ആർദ്രചിത്ത, സർവോപകാരകരനായ, എല്ലാവർക്കും ഉപകരിക്കാൻ വേണ്ടി, എല്ലാവർക്കും ഉപകാരം മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് കരുണയോടുകൂടിയ മനസ്സ് ഉള്ളത് ആർക്കാണ്? വേറെ ആർക്കാണ്? ഭഗവതിക്കല്ലാതെ കണ്ട്, ദേവിക്കല്ലാതെ കണ്ട് മറ്റാർക്കും തന്നെ ഇങ്ങനെ എല്ലാവർക്കും ഉപകാരം ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു മനസ്സ്, ആർദ്രമായിട്ടുള്ള ഒരു മനസ്സ്, കാരുണ്യപൂർണമായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാവില്ല. വേറെ ആർക്കാണ് ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണ്. അതായത് വേറെ ആർക്കും തന്നെ അത് ഉണ്ടാവില്ല എന്നാണ്. ഇനി ഏഭിർഹതൈർ ജഗതുപൈതി സുഖം ന ചെയ്തേ കുർവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമമൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്വേതി നൂനമഹിതൻ വിനിഹംസി ദേവി. ഇപ്പോൾ ഈ മഹിഷാസുരനെയും സൈന്യങ്ങളെയും ഒക്കെ വധിച്ചു അല്ലേ? അപ്പം എല്ലാവർക്കും ഹിതമായിട്ടുള്ളതേ ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ എന്തിനാ അങ്ങനെ വധിക്കണത്? ഇവരെയൊക്കെ വധിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാരണം പറയാണ്. എന്തിനാണ് ഈ ദുഷ്ടന്മാരെ ദ്രോഹിക്കുന്നത്, ദുഷ്ടന്മാരെ വധിക്കുന്നുണ്ട് ദേവി? അതെന്തിനു വേണ്ടിയിട്ടാണ്? അതും അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. അവരെ ഇല്ലാതെയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടൊന്നുമില്ല, അവർക്ക് തന്നെ നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവരെ, ദുഷ്ടന്മാരെ വധിക്കുന്നതും അവർക്ക് ശ്രേയസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. എങ്ങനെയാണ് അതുണ്ടാവുക എന്നുള്ളതാണ് പറയണത്. ഏഭിർ ഹതൈഹി ജഗതുപൈതി സുഖം, ഇവരെ വധിക്കുമ്പോൾ, അതായത് ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ വധിക്കുന്നതായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ മറ്റു ദുഷ്ടന്മാരായാലും വിരോധമില്ല, അവരെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള സമയത്ത് ഭഗവതി ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അവരെ ഇല്ലാണ്ടാക്കുമ്പോൾ ലോകത്തിന് സുഖം ഉണ്ടാവും, ബാക്കിയുള്ളവർക്ക്, അതായത് നന്മയുള്ളവർക്ക് സുഖം ഉണ്ടാവണം. അതായത് ഇവരെ വധിച്ചില്ലെങ്കിൽ അതുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരെ വധിക്കുന്നത് എന്നുള്ളതാണ്. ഏഭിർ ഹതൈഹി, ഇവരെ വധിക്കുമ്പോൾ, അതായത് ദുഷ്ടന്മാരെ വധിക്കുമ്പോൾ ജഗതുപൈതി സുഖം, ജഗത്തിന് മുഴുവൻ സുഖമുണ്ടാവും എന്ന് കരുതിയിട്ടാവാം അങ്ങ് ഭഗവതി അവരെയൊക്കെ വധിക്കണത്. ഇനി എന്ന ചെയ്തേ കുർവന്തു നാമ നരകായ ചിരായ പാപം. ഇനി വധിച്ചത് കൊണ്ട് മറ്റൊരു മെച്ചം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏതേ ഇവർ ചിരായ വളരെ കാലം ഇനി പാപം ചെയ്യാണ്ടിരിക്കണം. അപ്പം ഇപ്പം അവർക്ക് പാപം ചെയ്യുമ്പോൾ നരകം ആണ് ഉണ്ടാവുക എന്നുള്ളതുണ്ട്. അപ്പോൾ ആ നരകം ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ അവർ പാപം ചെയ്യാതിരിക്കണം. അപ്പം ഇനിയും പാപം ചെയ്തിട്ട് അവർക്ക് നരകം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടും ആയിരിക്കാം എന്നാണ്. ഏതേ കുർവന്തു നാമ നരകായ, നരകം ലഭിക്കാനായിട്ട് ഇവര് പാപം ന കുർവന്തു, പാപം ചെയ്യരുത് എന്ന് വിചാരിച്ച് അവരെ വധിച്ചാൽ പിന്നെ അവർ പാപം അനുഷ്ഠിക്കില്ലല്ലോ എന്ന് കരുതിയിട്ടായിരിക്കാം അവരെ വധിക്കുന്നത് എന്നാണ്. ഏതേ പാപം ന കുർവന്തു, ഇവര് പാപം ചെയ്യാതിരിക്കട്ടെ. ചിരായ, വളരെ കാലം പാപം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നരകം തന്നെ ആയിരിക്കും കിട്ടുക. അപ്പം അതുകൊണ്ട് അവർ പാപം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും
അവരെ വധിക്കുന്നത് ദേവി എന്നുള്ളതാണ്. സംഗ്രാമ മൃത്യു അധിഗമ്യ ദിവം പ്രയാന്തു എന്ന് മാത്രമല്ല, പാപം നരകത്തിലേക്ക് പോകരുത് എന്ന് മാത്രമല്ല, ഈ സംഗ്രാമത്തിൽ യുദ്ധത്തിൽ മരണം കിട്ടുക എന്ന് വെച്ചാൽ സ്വർഗം കിട്ടുമെന്നാണ് പറയുക. അപ്പോൾ സംഗ്രാമ മൃത്യു അധിഗമ്യ, സംഗ്രാമത്തിലുള്ളതായിട്ടുള്ള ആ മൃത്യുവിനെ വരിച്ചിട്ട് യുദ്ധത്തിൽ മരണത്തെ പ്രാപിച്ചിട്ട് ദിവം പ്രയാന്തു, സ്വർഗത്തെ പ്രാപിക്കട്ടെ എന്ന് ഇതിമത്വ എന്ന് കരുതിയിട്ടാണോ നൂനം അഹിതാൻ വിനിഹംസി ദേവി അഹിതന്മാരെ, ശത്രുക്കളെ വധിക്കുന്നത്, വിനിഹംസി വധിക്കുന്നത് ഇങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം. അതായത് ഇവരെ വധിച്ചു കഴിയുമ്പോൾ ലോകത്തിന് സുഖം ഉണ്ടാവും, അവർക്കും കൂടുതൽ പാപം ചെയ്യാതിരിക്കാൻ സാധിക്കും. കൂടുതൽ പാപം ചെയ്താൽ നരകത്തിലേക്ക് പോണ്ടി വരും. അപ്പോൾ അത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ വധിക്കുകയായിരിക്കാം. അതല്ലെങ്കിൽ സ്വർഗം ലഭിക്കട്ടെ, അവർക്ക് വീരമൃത്യു പ്രാപിച്ചിട്ട്, യുദ്ധത്തിൽ മരിച്ചാൽ വീരമൃത്യുവാണ്, ആ വീരമൃത്യു കൊണ്ട് സ്വർഗം കിട്ടാറാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ദേവി അവരെ വധിക്കുന്നത് എന്ന് പറയുകയാണ്. ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.